നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. സദ്ഗുരു മോഹൻജിയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ടു ബി ഫ്രാങ്ക്, മോഹൻജിയെക്കുറിച്ച് എനിക്ക് അധികം ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു താങ്കളുടെ സാന്നിധ്യം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ആരാണ് മോഹൻജി? പുറത്തെ ലോകത്തിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ, കർമ്മയോഗി. അകത്തെ ലോകത്തിൽ രാജയോഗി. എൻ്റെ പാത്ത് കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനുള്ള പാത്ത്, അതായത് രാജയോഗ പാത്ത്. അതിൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പരബ്രഹ്മം. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ഇതിൽ പറയുന്ന പോലെ ദിവി സൂര്യ സഹസ്രസ്യ, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലൈറ്റ്, അതിലേക്കുള്ള കണക്ഷൻ. അതിൻ്റെ കണക്ഷൻ നമ്മുടെ ഉള്ളിൽ കൂടെ തന്നെ. അപ്പം എൻ്റെ ഒരു മിനിമൽ ടീച്ചിങ് അല്ലെങ്കിൽ ബേസിക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ബി യുവർ സെൽഫ് എന്നാണ്. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ആവാൻ പറ്റില്ല. നമുക്ക് വേറെ ഒന്നും ആവാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ആയിട്ടുണ്ട്. അത് തന്നെയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാ യൂണിവേഴ്സും മനസ്സിലാവും. നമ്മളെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പാത്തെന്ന് പറഞ്ഞാൽ സെൽഫ് ആക്സെപ്റ്റൻസാണ്. നമ്മളെ തന്നെ അംഗീകരിക്കുക. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എപ്പോഴും നമ്മൾ പുറത്തൊരു കാര്യത്തിന് അംഗീകരിക്കാൻ കൂടുതൽ എളുപ്പമുണ്ട്. എനിക്കത് ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കുന്നു. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് പോയി പോകും. ഇപ്പോൾ ഞാൻ പുറത്താണ്, നിങ്ങളുടെ ഔട്ട്സൈഡല്ലേ ഇരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാം, അതൊന്നും നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ അത് ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ പാത്ത്. അത് വേൾഡ് വൈഡ് നല്ല ഗ്രോത്ത് വെച്ചാൽ അതിൻ്റെ ഫിലോസഫി. ഇത് ഞാൻ തുടങ്ങിയതൊന്നുമല്ല, ഇത് പണ്ടേയുള്ള ഫിലോസഫി തന്നെയാണ്. പക്ഷെ അത് ഈ ഒരു ലെവലിൽ വരുമ്പോൾ ആൾക്കാർക്ക് അത് കൂടുതൽ താതാത്മ്യം വരുന്നുണ്ട്. ഈ പാതയിലേക്ക് താങ്കൾ എങ്ങനെ എത്തിയത്? ആകസ്മികമായി വന്നു ചേർന്നതാണോ? തീർച്ചയായിട്ടും ആകസ്മികമായി. എനിക്ക് ഈ പാത അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് എന്താണ് ജീവിതം അല്ലെങ്കിൽ എന്തിനാണ് ജീവിതം എന്നുള്ള ഒരു ചോദ്യം പണ്ടേ ഉണ്ടായിരുന്നു. അത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. ഒട്ടുമുക്കാൽ എൻ്റെ കരിയർ മുഴുവൻ ഷിപ്പിങ്ങിലായിരുന്നു. ആ സമയത്ത് പൈസ കൊണ്ട് കിട്ടാവുന്ന കാര്യങ്ങളുടെ സന്തോഷവും സുഖവും ദുഃഖവും ഒക്കെ മനസ്സിലായി. പക്ഷേ അതല്ലല്ലോ നമുക്ക് ശാശ്വതമായിട്ട് അനുഭവിക്കാവുന്നൊരു സുഖം ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മോള് മരിച്ചു പോയത് ആക്സിഡൻറ്റിൽ. അപ്പോൾ അത് 2000 ഓഗസ്റ്റ് 23 അതോടുകൂടെ ആ ചോദ്യത്തിന് പ്രസക്തി കൂടി. അതായത് എന്തിനാണ് അവൾ പോയത്? ഞാൻ ഓൾറെഡി ഒരു 30 വയസ്സ് കഴിഞ്ഞു. എനിക്ക് പോകായിരുന്നല്ലോ. ഞാൻ ഓൾറെഡി കുറച്ചൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ ഞാൻ പോയില്ല, അവൾ പോയി. അവൾ 4.5 വയസ്സേ ഉള്ളൂ. അവൾ ജീവിതം തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ബേണിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉള്ളിൽ. വളരെയധികം അതൊരു പെയിൻഫുൾ ക്വസ്റ്റ്യൻ. ആ സമയത്ത് ഞാൻ ഹിമാലയത്തിൽ പോകാൻ കാരണം നമ്മളൊരു മരണ വീട്ടിലിരിക്കുക വിചാരിക്കുക. ഒരുപാട് പേര് നമ്മളെ കാണാൻ വരും. അവർ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അത് നിങ്ങൾക്ക് ഇന്ന മാതിരി ചെയ്യാമായിരുന്നില്ലേ? ഇതെല്ലാം നമ്മളെ പാരലൈസ് ചെയ്യും, കൂടുതൽ ദുഃഖത്തിലേക്ക് കൊണ്ടുവരും. മാത്രമല്ല അത് നമുക്ക് ഇത്രയധികം സെൽഫ് പിറ്റി വന്നിട്ട് സിമ്പതി നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് പിറ്റി ഉണ്ടാക്കും. നമ്മൾ ചെയ്ത് ശരിയായില്ല, ഗിൽറ്റ്, റിഗ്രറ്റ് ഒക്കെ ഉണ്ടാക്കും. ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ പിന്നെ ഒന്നിനും കൊള്ളാണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണ്, ജീവിതം തന്നെ പോയി. ആ സമയത്ത് ഞാൻ ഇവരുടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിമാലയത്തിൽ ഫസ്റ്റ് പോയത്. ഒന്നും അന്വേഷിച്ചൊന്നും പോയതല്ല. ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറുക എന്നുള്ള അത് എനിക്ക് ഒറ്റയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ അതിനേലും കഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് വസിഷ്ഠ ഗുഹയിൽ പോയി. അന്നാണ് എൻ്റെ ചൈതന്യാനന്ദ സ്വാമി. ആദ്യം പോയത് വനമാലി അമ്മയുടെ അടുത്താണ്. വനമാലി അമ്മയുടെ അടുത്ത് താമസിച്ചു. അവർ ഇപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ എനിക്കൊന്നും പറഞ്ഞു തരാത്തത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിൻ്റെ ഗുരു അല്ലല്ലോ, നിൻ്റെ അമ്മയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. എന്നിട്ട് അത് കഴിഞ്ഞ് ചൈതന്യാനന്ദൻ്റെ അടുത്ത് പോയപ്പോൾ എന്നെ നോക്കി പറഞ്ഞു, വലിയ ദുഃഖം കൊണ്ട് വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മോള് മരിച്ചുപോയി. അപ്പോൾ ആരുടെ മോള്? എൻ്റെ മോള്. അതെങ്ങനെയാണ് നിങ്ങളുടെ മോളാവണേ? അവൾ നിങ്ങളെ കൂടെ വന്നുവിടുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എടുത്തു കൊണ്ടുവന്നല്ലോ, ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ.
അപ്പോൾ എന്നിട്ട് പറഞ്ഞു അവളെ ഇപ്പം ഞാൻ വിളിക്കുക വിചാരിക്കോ, അവളിവിടെ വന്നു, ഞാൻ അവളോട് ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ മാതാപിതാക്കളുടെ കൂടെ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ചോദിക്കുന്ന ഏത് മാതാപിതാക്കൾ ഏത് ജീവിതത്തിലെന്നാണ് ചോദിക്കുക. അപ്പോൾ കുറേ ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊക്കെ മാതാപിതാക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മുകളിൽ ഒരു അധികാരമില്ല. അതൊരു വേറെ പെർസ്പെക്റ്റീവായിരുന്നു. അതൊരു ഒരു ടേണിംഗ് പോയിന്റ് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ വസിഷ്ഠ ഗുഹയിൽ പോയിരിക്കും, അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ എന്നോട് പറഞ്ഞ പോലെ തോന്നി, കണക്ട് യുവർ സ്പൈൻ അല്ലെങ്കിൽ ക്യാച്ച് യുവർ സ്പൈൻ, നട്ടെല്ല് പിടിക്കാൻ പറഞ്ഞു. നട്ടെല്ല് പിടിക്കാൻ അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ സ്പിരിച്വൽ പാത്തിൽ ക്ലിയർ ഗൈഡൻസ്, സിമ്പിൾ വേർഡ്സ് ആയിരിക്കുള്ളൂ, അല്ലാണ്ട് കുറേ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എനിക്കറിയില്ല എന്താണ് സ്പൈൻ, എന്തിനാണ് പിടിക്കണേ, മെഡിറ്റേറ്റ് ചെയ്യണോ. പിന്നെ ഞാൻ മനസ്സിലായത് ബീയിങ് അവെയർ ഓഫ് സ്പൈൻ. നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നട്ടെല്ലുണ്ട് എന്നുള്ളത് മാത്രം ആലോചിക്കുക. ആ ഒരൊറ്റ ഇതിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും. കാരണം നമ്മൾ യൂഷ്വലി 120 ഡിഗ്രിയിലല്ലേ ഫോക്കസ് ചെയ്യണം, അതായത് ചെവി മുതൽ ചെവി വരെ. അത് മാറിയിട്ട് നമുക്കൊരു 360 ഡിഗ്രി ഒരു പെർസ്പെക്റ്റീവ് വരും. അതാണ് എൻ്റെ സാധന. അങ്ങനെ സാധനം തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഗൾഫിൽ പോയി. അപ്പോൾ ഒരു ദിവസം രാവിലെ എല്ലാ ദിവസവും 2:30 എനിക്ക് എന്ത് സംഭവിച്ചാലും 12 മണിക്ക് കിടക്കുകയാണെങ്കിലും 2:30 ആയി ഗെറ്റപ്പ്. ആൻഡ് ഐ ഹാഡ് വെരി ഷോർട്ട് ഹെയർ. അന്ന് വളരെ ചെറിയ മുടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അപ്പം തന്നെ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പോയി. എന്നിട്ട് ഞാൻ ഈ സ്പൈൻ കണക്ട് ചെയ്തിട്ടിരിക്കും. അതായിരുന്നു എൻ്റെ സാധനം. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ലെവൽ ഓഫ് സൈലൻസിലേക്ക് പോയി. തന്നെത്താൻ ഒരു 5-6 കൊല്ലം എടുത്തത്. ആദ്യത്തെ സ്പൈൻ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പൈൻ മാത്രമല്ല, പുറത്ത് പൂച്ച കരയുന്നതും പട്ടി കുരയ്ക്കുന്നതും എല്ലാം കേൾക്കാം. പക്ഷേ 2:30 ആയതുകൊണ്ട്, രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ശല്യമില്ല, വേറെ ശബ്ദങ്ങൾ കുറവാണ്. എന്നിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ചയും പട്ടിയൊക്കെ കരയുന്നുണ്ട്, പക്ഷെ അത് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോലെയാണ്, നമ്മുടെ ചുറ്റുപാടിലല്ല. ഞാൻ ഒരു ബബിളിൻ്റെ അകത്ത പോലെയായി. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് വേറെ ഏതോ ഒരു പ്ലാനറ്റിലെ പോലെയാണ്. നമ്മുടെ ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത് ഇന്റേണൽ എക്സ്പാൻഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ബബിൾ ഫീലിംഗാണ്. അങ്ങനെ വരുമ്പോൾ പുറത്തെ ലോകത്തിൽ ഒരു കാര്യം നമ്മളെ അഫക്റ്റ് ചെയ്യാണ്ടായി. അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു കാര്യവും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഒരു സൈലൻസ് ലെവലിൽ വന്നു. ആ സമയത്ത് വന്നൊരു ചോദ്യമാണ്, വൈ മോഹൻജി? എന്താണ് ഈ മോഹൻജി എന്നുള്ളൊരു കാര്യത്തിൻ്റെ വലിയൊരു കാര്യം. കാരണം നമ്മൾ ജനിച്ചു തുടങ്ങിയിട്ട് എല്ലപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പേരാണ്, പിന്നെ നമ്മുടെ പൊസിഷനാണ്, പിന്നെ നമ്മുടെ റിലേഷനാണ്, അല്ലെങ്കിൽ പൊസഷനാണ്. നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് അതാണ്. ഇതിലൊന്നും പ്രസക്തിയില്ല, മനസ്സിലായി. അപ്പോൾ അതൊരു ഒരു ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്കിംഗ് പോയിൻ്റാണ്, ഒരു ടേണിംഗ് ഫാക്ടറാണ്. കാരണം മോഹൻജി ഹാസ് നോ വാല്യൂ, വാട്ട് ഐ ഗിവ് ഹാസ് വാല്യൂ. അതും ശാശ്വതമല്ല. ഇന്ന് ഞാൻ എന്ത് പകർന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് ഞാൻ ഭൂമിയിൽ ചെയ്യുന്നോ അതിന് പ്രസക്തിയുണ്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസക്തി ഉണ്ടാവില്ല. 3 ജനറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല. ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ നമ്മൾ അറിയില്ലല്ലോ, അതേപോലെ, അല്ലെങ്കിൽ അവരെ ഓർക്കുന്നില്ല. അപ്പോൾ ആ പ്രസക്തി ലെവൽ മനസ്സിലായി. അപ്പോൾ പിന്നെ അതൊരു ഒരു ഡിഫറെൻ്റ്, ഐ ബിക്കെയിം കംപ്ലീറ്റ്ലി ഇൻറ്റേർണലൈസ്ഡ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് ലോകത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു എന്നുള്ളത് അത് ഇപ്പോഴും ഞാൻ ലോകത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോയിങ് യൂത്താണല്ലോ. അവർക്ക് ക്ലാരിറ്റി വരാൻ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാടൊന്നും അങ്ങനെ മലമറിക്കാനൊന്നും പോകണ്ട. നിങ്ങൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യോ, നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് സ്ട്രെങ്ത്തായി വരും. എന്ത് ഇവിടുന്ന് നേടിയോ അത് ബേർഡനുമായിട്ട് വരും. അത് ആൾക്കാരെ എക്സ്പീരിയൻസിൽ അറിയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കളക്ട് ചെയ്തോ, ഇപ്പോൾ എനിക്കറിയാം വളരെ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഫോളോയിങ്ങിൽ. അവർക്ക് കാശ് ഒരു പ്രശ്നമില്ല, കാശും ഉണ്ട് ഒരുപാട്. പക്ഷേ അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ദാറ്റ് ഈസ് നോട്ട് ഇക്വലൻറ്റ് ടു ദ പീസ്. അവിടെയാണ് കാര്യം. അപ്പോൾ എന്താണ് വേണ്ടത്? പീസ്ഫുൾനെസ് വേണോ അതോ ഇത് വേണോ? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ട്, അതിൽ ഗ്രേറ്റ്ഫുൾ ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും പീസ്ഫുൾനെസ് കോഷ്യൻ്റ് കൂടും. നമുക്ക് കൂടുതൽ ശാന്തി വരും മനസ്സിൽ. ഇതൊന്നും എൻ്റെ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിന് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് അവിടെ വന്നത്. അത് നല്ല തിരക്കുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾക്ക് ഒരു വിസിറ്റേഴ്സ് വിസയില, ടൂറിസ്റ്റ് വിസയില അവിടെ വന്നിട്ടുള്ളത്, ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. മാക്സിമം ഒരു 30,000 ദിവസം, അല്ലെങ്കിൽ ഒരു 82 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 30,000 ദിവസം. 30,000 36,500 കൂട്ടിക്കോളാം, 100 വയസ്സ്. അത്രയേ ഉള്ളൂ. 36,500 ഡേയ്സേ ഉള്ളൂ ഇവിടെ ടൂറിസ്റ്റ് വിസ. അത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, നിങ്ങൾക്ക് എന്താ പ്രയോറിറ്റി എന്ന് അപ്പം മനസ്സിലാവും. ഒരാളും പറഞ്ഞു തരണ്ട, ഗുരുവേ ആവശ്യമില്ല ആ കാര്യത്തിൽ. ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ തിരിച്ചു പോകണു. പിന്നെ നോക്കുക, നമ്മൾ കൊല്ലം കണക്കാക്കരുത്. 1 വയസ്സ് 2 വയസ്സെന്നല്ല, 365 ദിവസം അങ്ങനെ കണക്കാക്കി നോക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട്. ഇപ്പം ഞാൻ 50 വയസ്സായി വിചാരിക്കും. 50 വയസ്സ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ദിവസം കഴിഞ്ഞു ഈ വിസിറ്റ് വിസയിൽ, ടൂറിസ്റ്റ് വിസ. ഇനി അത്രയേ ഉള്ളൂ ബാക്കി.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി മാറും. നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോവില്ല. നമ്മൾ വേറൊരാളുടെ ഒന്നും വേണ്ട നമുക്ക്. കാരണം അത് കിട്ടിയിട്ട് നമുക്ക് ഒരു ബേർഡൻ കൂട്ടില്ലേ ഉള്ളൂ. കൂടുതൽ എന്താ താല്പര്യം നമുക്കുണ്ടാവുക? മനസ്സ് ശാന്തമായിരിക്കണം, നമ്മളും പീസ്ഫുൾ ആവണം, മറ്റുള്ളവരും പീസ്ഫുൾ ആയിട്ടിരിക്കണം. എത്ര പണം ഉണ്ടെങ്കിലും മെൻ്റൽ പീസ് എന്ന് പറയുന്നതല്ലേ പ്രധാനം അല്ലേ? 100%. അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെച്ചേ പറ്റുള്ളൂ. ആ ആറ്റിറ്റ്യൂഡിന് അവയർനെസ് വേണം, നമുക്കൊരു അവബോധം വേണം. നമ്മൾ എന്താണ്, ഇവിടെ എത്ര കാലമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതായത് റൈറ്റ്സാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. ഇപ്പോൾ അതിപ്പം ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയിലും എല്ലാത്തിലും വരുന്നൊരു കാര്യം നമ്മുടെ റൈറ്റ്സിൻ്റെ ഇതാണ്. അത് അർഹതപ്പെട്ടത് കിട്ടണം, അത് സംശയമൊന്നുമില്ല. പക്ഷെ അതിനേലും വലിയൊരു കാര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി. ഹ്യൂമൻ ബീയിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. അത് ഹ്യൂമാനിറ്റി എന്ന് കൂട്ടുക, അല്ലെങ്കിൽ മാനുഷികത, മാനവികത, എന്തെങ്കിലും. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ജീവിച്ചു നോക്കുമോ, നമുക്ക് നമ്മളെ തന്നെ സെൽഫ് എസ്റ്റീം കൂടും, പ്രസക്തി കൂടും ഇവിടുത്തെ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഔട്ട്പുട്ടും കൂടും. അതായത് ഞാൻ ഈ ഭൂമിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ അത്രയും നോക്കാറുള്ളൂ. ഞാൻ മോഹൻജി എന്നുള്ള ഫാക്ടറിന് വാല്യൂ വേണമെങ്കിൽ വാട്ട് ഐ ഡെലിവേർഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞില്ലേ അത്, നീ എന്ത് കൊടുക്കുന്നു അതേ ഉള്ളൂ നിനക്കെന്ന്. അമൃതാനന്ദമയി അമ്മ പറഞ്ഞല്ലോ, നീ എന്താണോ കൊടുക്കുന്നത് അതേ ഉള്ളൂ നിനക്ക്. പക്ഷെ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല, നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു കൾച്ചർ വന്നിട്ടുണ്ട്. അതായത് അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതായത് പഠിപ്പിക്കുന്ന എന്തിനാണ്? ജോലിക്ക് വേണ്ടിയിട്ടാണ്. ജോലി എന്തിനാണ്? ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പുറത്ത് കിടക്കാൻ ആൾക്കാർക്ക് ധൈര്യപ്പെടുന്നില്ല. കാരണം സൊസൈറ്റി എഗ്രി ചെയ്യാത്തതുകൊണ്ട്, അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. കുട്ടി ജനിച്ചു, എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ കല്യാണം, വീട്, കാറ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ഈ ഒരു സൈക്കിളിന് പുറത്ത് കിടക്കണ്ട. അതിൽ അവയർനെസ് ആയിട്ട് ചെയ്താലും മതി. നമ്മൾ ഈ സൈക്കിളൊക്കെ അതിൽ തന്നെ പോവാം, നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ അവയർനെസ് വേണം. ഇതൊന്നും അല്ല കാര്യം. നമ്മുടെ സംതൃപ്തി, ജീവിതത്തിന് സംതൃപ്തി ഇല്ലെങ്കിൽ എത്ര കാര്യമില്ല. സംതൃപ്തി വലിയൊരു ഫാക്ടറാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള, ലോകത്തിൽ ആകെ ഒരു കാര്യം നമുക്ക് ജീവൻ കൊണ്ട് നേടാനുള്ളൂ, സംതൃപ്തി. അതൊരു എവ്രിഡേ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്. ഇൻഡിവിജ്വലിസ്റ്റിക്കുമാണ്. ഇപ്പോൾ അനിൽജിയുടെ സംതൃപ്തി ആവണ്ട എൻ്റെ, അങ്ങനെ ആവാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ പ്രത്യേകതയുള്ള ആൾക്കാരാണ്. 9 ബില്യണോളം അടുത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ ലോകത്ത്. അവരുടേതായിട്ടുള്ള രീതിയിൽ സംതൃപ്തരാണ്, അല്ലെങ്കിൽ ആവണം, എന്നാലേ പറ്റുള്ളൂ. അല്ലാണ്ട് അതായത് പറയുന്നത്, ഇതിൽ ഈ നമുക്ക് സംഭവിച്ചിട്ടുള്ള 2-3 കാര്യമുണ്ട്. ഒന്ന് കൺസെപ്ച്വലൈസേഷൻ ലോകത്ത്. അതായത് ചില കൺസെപ്റ്റുകൾ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ എന്താണോ ദി അക്സെപ്റ്റഡ് സൈക്കിൾ ഓഫ് എക്സിസ്റ്റൻസ് എന്നുള്ളത്. ഏതാണ് നമുക്ക് അംഗീകരിക്കപ്പെട്ട ജീവിത രീതി. അതിൽ പറഞ്ഞാണ് ഇപ്പോൾ പറഞ്ഞത്, എഡ്യൂക്കേഷൻ, ജോബ്, ചിൽഡ്രൻ, മാരേജ്, അങ്ങനത്തെ. രണ്ടാമത്തത് ഒരു മതമാണ് വലുത്, മനുഷ്യനല്ല വലുത് എന്നുള്ളത്. തിരിച്ചാണ്, മനുഷ്യൻ തന്നെയാണ് വലുത്, മതമല്ല. മതം നമുക്കൊരു റോഡ് മാപ്പായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഈ റോഡ് മാപ്പ് എനിക്ക് ചേരുന്നുണ്ട്, അപ്പോൾ ഞാൻ ആ റോഡ് മാപ്പിൽ പോകണമെന്ന് മാത്രമേ പാടുള്ളൂ. അത് എൻ്റെയാണ് ശരിയെന്ന് പറയാനുള്ള അർഹത നമുക്കില്ല. വേറെ ആരുടെയും അടിച്ചേൽപ്പിക്കാനുള്ള അർഹതയുമില്ല. അതാണ് ഈ മതം മാറിയതുകൊണ്ട് ഷർട്ട് മാറുന്ന പോലെയുള്ളൂ, വ്യക്തി മാറുന്നില്ല. അല്ല, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതും ഒരേ ആശയങ്ങൾ അല്ല. എല്ലാ മതങ്ങളെന്ന് പറയാൻ പറ്റില്ല. അത് ഇൻ്റർപ്രിറ്റേഷൻ മാറുന്നുണ്ട്. ഒറിജിനലി ക്രിയേറ്റ് ചെയ്ത കാര്യമല്ലല്ലോ പിന്നീട് വരുന്നത്. ഒറിജിനലി ക്രിയേറ്റ് ചെയ്തൊരു പർപ്പസിനോ, അത് കഴിഞ്ഞ് ഓരോ ആൾക്കാർ അവരവരുടെ മനസ്സിൽ കൂടി ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പും ഫോമും മാറും. കാരണം ഓരോരുത്തരും, ഇപ്പോൾ എനിക്ക് ലോകത്തിനെ കാണാൻ പറ്റുന്നത് എൻ്റെ കണ്ണിൽ കൂടെ മാത്രമാണ്, അല്ലേ? യു സീ ദ വേൾഡ് ആസ് യു ആർ. നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മൾ ലോകത്തിനെ കാണുന്നുള്ളൂ. വേറെ ഒരു ക്ലിയർ പെർസ്പെക്റ്റീവിൽ ആരും ലോകത്തിനെ കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി ഫ്ലേവർ ഉണ്ട്, നമ്മുടെ പാസ്റ്റിൻ്റെ ഫ്ലേവറുണ്ട്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് 100% സമ്പൂർണ്ണമായി ശരി പറയാൻ പറ്റില്ല. റിലേറ്റീവ് ട്രൂത്തേ ഉള്ളൂ, ആപേക്ഷികമായ ശരി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോഴേ നമുക്ക് റെസ്പെക്റ്റ് വരുള്ളൂ. ഭാരതത്തിൻ്റെ കൾച്ചർ അതല്ലേ. റെസ്പെക്റ്റും റെസ്പോൺസിബിലിറ്റിയാണോ നമ്മുടെ കൾച്ചറിൻ്റെ ശക്തി. എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷികൾ, അതല്ലേ 27 നക്ഷത്രം, അതിനൊരു ഋഷി, അതിനൊരു പക്ഷി, ഒരു മൃഗം, എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ പ്രിസർവേഷനും പ്രൊട്ടക്ഷനും അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ച് അങ്ങ് പരാമർശിച്ചതുകൊണ്ട് പറയുകയാണ്, സനാതനധർമ്മം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ പോലും സനാതനം എന്ന് പറയുന്നത് അശ്ലീലമാണ് എന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറയുകയാണ്.
അപ്പോൾ സനാതനത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതോ സനാതനത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? അറിയാത്തതുകൊണ്ട് തന്നെ. സനാതനം അതല്ലല്ലോ, വേ ഓഫ് അതൊരു ഒരു ഒരു എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ ബേസിക് ഗ്രൗണ്ട് റൂൾസ് ഓഫ് ക്രിയേഷനാണ് സനാതനം. സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. അതൊരു മതമൊന്നുമല്ല. നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സനാതന ധർമ്മം ഉണ്ട് അവിടെ. ധർമ്മം എന്ന് പറഞ്ഞാൽ റൈറ്റിയസ് ഡ്യൂട്ടിയല്ലേ. എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂര്യൻ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? പാകിസ്ഥാനിലും സൂര്യൻ, ഇന്ത്യയിലും സൂര്യൻ ഒരേ. ഇതാണ് സനാതന ധർമ്മം. മരങ്ങൾ എടുക്കോ, മരങ്ങൾക്ക് എന്തെങ്കിലും റിലിജിയൻ ഉണ്ടോ? അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഡിവിഷൻ എടുക്കണ്ടോ? ഒരു മാങ്ങ വന്നു, ആ മാങ്ങ ഉണ്ടായി, ആ മാങ്ങ ഒരു പക്ഷിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരു മൃഗത്തിനും ഒക്കെ അത് കൊടുക്കും അല്ലെങ്കിൽ എടുക്കാം. അതാണ് സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് സസ്റ്റെയിൻസ് എന്നുള്ളതാണ്. അല്ലാണ്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലോ റിജക്റ്റ് ചെയ്താലോ അത് മാറാൻ പറ്റില്ല. അത് എന്നൊക്കെ ക്രിയേഷൻ ഉണ്ടോ, ഈ ഗാലക്സി ഉണ്ടോ, അപ്പോഴൊക്കെ ഈ ധർമ്മം വേണം. അത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഗുരുത്വാകർഷണം, അത് സനാതന ധർമ്മമാണ്. പ്രിൻസിപ്പിൾ ഓഫ് സനാതന ധർമ്മമാണ്. കാരണം ആ ലെവലിൽ ഗുരുത്വാകർഷണം ഉണ്ടെങ്കിലേ സസ്റ്റനൻസ് ഉള്ളൂ, അല്ലേ? പ്രകൃതി നിയമങ്ങളാണ് ഈ സനാതന ധർമ്മം. അത് അറിയാത്തതുകൊണ്ടാണ് ഇപ്പം എനിക്ക് അംഗീകരിക്കണം. അത് ഒരു റിലീജിയനായി കാണുമ്പോഴാണ് മനസ്സിലാവാൻ പറ്റാത്തത്. സനാതനം നമുക്കൊന്നും അംഗീകരിക്കാനും റിജക്റ്റ് ചെയ്യാനും പറ്റില്ല. ദാറ്റ് എക്സിസ്റ്റ്, ഇറ്റ് വിൽ എക്സിസ്റ്റ്. അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ചില കാര്യങ്ങൾ നോക്കിക്കോളൂ. സൂര്യൻ, ഈ പ്രകൃതി, പക്ഷികൾ, മൃഗങ്ങൾ, വായു, എല്ലാ എലിമെൻസും, ഗുരു, ആത്മാവ് ഒക്കെ ഒരേ സ്വഭാവം, എല്ലാതും ഒരേപോലെയാണ്. കാരണം നമ്മുടെ ആത്മാവിന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ എൻ്റെ പേരിൽ അറിയപ്പെടും, വേറെ ശരീരത്തിൽ പോകുമ്പോൾ വേറെ പേരിൽ അറിയപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരേ ആത്മാവ്. അതൊരു പശുവിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളൊരു പശുവായി കാണും, അതൊരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ മനുഷ്യനായി കാണും. അതാണ് സനാതനം. അപ്പോൾ നമുക്ക് ഈ പശു അല്ലെങ്കിൽ ഒരു പട്ടി, ഒരു നരി വേറെയാന്ന് കാണാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ ഉള്ളിൽ ഇതൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എനർജി എന്ന് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ മൂവ്മെൻറ്റാണ് സനാതനം. അപ്പോൾ സനാതന ധർമ്മം നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ പറ്റുന്നൊരു സംഭവമല്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റിജക്റ്റ് ചെയ്യണ അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ ഇഗ്നോറൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ, അറിവില്ലായ്മ. ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു ഭാരതത്തിലേതിനേക്കാൾ പുറം രാജ്യങ്ങളിലാണ് ഭാരതീയ ദർശനങ്ങളെ അല്ലേ കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നത്. അവർക്കാണ് നമ്മുടെ ഭഗവത്ഗീത പഠിക്കാൻ കൂടുതൽ താല്പര്യം, അല്ലേ? അവർക്കാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ കൂടുതൽ ആധികാരികമായി മനസ്സിലാക്കാൻ ആഗ്രഹം. അങ്ങനെ തോന്നിയിട്ടില്ലേ? യെസ് ആൻഡ് നോ. അതായത് കുറേ ഉണ്ട് ശരിക്കും, അങ്ങനെ ഒരു ഇതുള്ള ആൾക്കാരുണ്ട്. പക്ഷേ കുറേ പേർക്കെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അതായത് നമ്മൾ വെറുതെ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ആത്മീയത, അതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യം. അല്ലെങ്കിൽ അതേ അംഗീകരിക്കുകയുള്ളൂ. അവർക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ഫിലോസഫി പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ പ്രവചനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പ്രഭാഷണങ്ങളെക്കാളിലും കൂടുതൽ അവർക്ക് താല്പര്യം എക്സ്പീരിയൻഷ്യൽ ഫിലോസഫിയാണ്. അപ്പോൾ നമ്മുടെ രാജയോഗ പാത്തിൻ്റെ മെയിൻ കാര്യം അതിൽ സാധന പറഞ്ഞ ജീവിതം തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ എങ്ങനെ ഫേസ് ചെയ്യണു, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലെവലിലാണ് ഇത്. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന് റിയാക്ട് ചെയ്യാം. ആ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ കഴുതയെന്ന് വിളിച്ചു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, അപ്പോൾ നമ്മൾ അങ്ങോട്ട് രണ്ട് കഴുതയെന്ന് വിളിച്ചു, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതൊന്ന്. അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, ഇയാൾക്ക് ചിലപ്പോൾ കണ്ണ് കാണാൻ പറ്റില്ലായിരിക്കും, ശരിക്ക് ആളെ മനസ്സിലാവണില്ല എന്നുള്ള ലെവലിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വിട്ടു. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഇത് നടക്കാൻ ഞാൻ ഓരോ മാസം ഓരോന്ന് ഡിക്ലെയർ ചെയ്യും ഓരോ രാജ്യത്ത്. ഇപ്പോൾ നോ ഹേറ്റ്രഡ് മന്ത് ഓഫ് ജാനുവരി, നോ ഹേറ്റ്രഡ്. അപ്പോൾ അവർ എഴുതി വെക്കണം, അതായത് എത്ര കാര്യങ്ങൾ ഞാൻ വെറുക്കുന്നു അല്ലെങ്കിൽ എന്തിനു വെറുക്കുന്നു, ആ വെറുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് വെറുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് മാറ്റം കൂടുതൽ വരുന്നത്, പുറത്ത് ചിലപ്പോൾ അവരറിയില്ല നമ്മൾ വെറുക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ ചിലപ്പോൾ അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ ചില ഗവൺമെൻറ് ബോഡീസായിട്ട് നോർത്തിൽ മറ്റേ ബോംബെയിലൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം അവർ നമ്മളോട് പറഞ്ഞു ഈ ഒരു സംഭവം നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പല രാജ്യത്തും ഉണ്ട്. അപ്പോൾ ഇതിൽ പുറത്തെ രാജ്യത്തിന് ഫാസിനേഷൻ ഉണ്ട് ഒരുപാട് കാര്യത്തിൽ, അതിൽ ഇൻക്വിസിറ്റീവ്നെസ്സും ഉണ്ട്. അത് കുറച്ച് പേർക്ക് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഒരു അവർ ഡീപ്പറായി പഠിക്കുന്നുണ്ട് ഭാരതത്തിനെ കുറിച്ച്. പക്ഷേ കുറേ പേർക്കെങ്കിലും നമ്മുടെ സാംസ്കാരിക വൈവിധ്യം തന്നെയാണോ വൈവിധ്യം, ഇത്രയും ഡെപ്തുള്ള ഒരു സ്ഥലമല്ലേ വേറെ. നമ്മൾ എന്തൊരു ഭാഗ്യമുള്ള ആൾക്കാരാണ്, ഇത്രയും ഒരു ഡീപ്പ് ആൻഡ് പ്രൊഫൗണ്ട്. അത് മാത്രമല്ല, ഇത് നമുക്ക് മുങ്ങി തപ്പി എടുക്കാൻ പോലും പറ്റില്ല, അത്രയും ഡെപ്ത് ഉണ്ട്. ഒരു സിമ്പിൾ എടുത്ത് നോക്കുമോ, കൾച്ചർ ഓഫ് ആക്സെപ്റ്റൻസ്. എല്ലാവരും അംഗീകരിക്കാനുള്ള ഒരു കൾച്ചറും ധൈര്യവും. ഏത് ആൾക്കാർ, ഇപ്പോൾ പാർസികൾ വന്നു, ജ്യൂസ് വന്നു, ജൂതമതക്കാർ, എല്ലാവരും ഇവിടെ വന്നവരെ എല്ലാവരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു അല്ലേ. നമ്മളെ ഉപദ്രവിച്ച ആൾക്കാരെ പോലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ ഒരു കൾച്ചർ എവിടെയുണ്ട് വേറെ അല്ലേ. ഇത് ഹിറ്റ്ലർ പറഞ്ഞ പോലെ ഐ മേക്ക് പീപ്പിൾ ഇൻ മൈ ഓൺ ഇമേജ് ഓർ ഐ ഡിസ്ട്രോയ് ദം എന്നുള്ളതാണ് സാധാരണ വരുന്നത്. അതായത് എൻ്റെ പോലെ നടക്കുക അല്ലെങ്കിൽ കൊന്നുകളയും എന്നുള്ളതാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പല രാജ്യത്തും. നമുക്കതല്ലല്ലോ. നമ്മൾ എൻ്റെ പോലെ നടക്കേണ്ട, നിങ്ങളെ പോലെ തന്നെ നടന്നോളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഫോളോ അത് ചെയ്തോളൂ, കുഴപ്പമില്ല, വി ക്യാൻ കോ എക്സിസ്റ്റ്, ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയുന്ന ആ അത് വലിയൊരു മനസ്സല്ലേ. തീർച്ചയായും അത് ആ കൾച്ചർ ഇവിടെയുള്ളൂ, കൾച്ചർ ഓഫ് ആക്സെപ്റ്റൻസ്. എനിക്ക് ഈ വേർഡ് ടോളറൻസ് എന്ന് ഇഷ്ടമല്ല. അത് നമ്മൾ ഒരു കുറച്ചുകൂടെ നമ്മളൊരു മൈൻഡ് ഓറിയൻറ്റഡ് ആയി തോന്നാറുണ്ട്. ആക്സെപ്റ്റൻസ് ആണ് നമ്മുടെ ശരിയായ ഇത്. അംഗീകരിക്കുക, എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവരെയും സ്വീകരിക്കുക, അംഗീകരിക്കുക. അതാണ് നമുക്ക് ചേർന്നത് കൂടുതൽ. ഞാൻ നിങ്ങളെ സഹിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കുറച്ചൊരു അല്ല, അത് പക്ഷേ അത് ഭാരതത്തിൻ്റെ ഒരു ബലഹീനതയായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നില്ലേ? അത് പലപ്പോഴും എന്താ അറിയോ, നമ്മൾ ഈ ആരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു ആ ലാംഗ്വേജ് സംസാരിക്കണം. ഇപ്പം ഞാനൊരു ചൈനക്കാരനായിട്ട് സംസാരിക്കാം, അയാൾ ചൈനീസിൽ സംസാരിക്കുന്നു, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു, നമുക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പം ലോകത്ത് ഓപ്പറേറ്റിംഗ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ലോകം നടക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഫ്രീക്വൻസി ലെവലാണ്. നമുക്ക് ഒരാളോട് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, അവരുടെ ഫ്രീക്വൻസി ആയിട്ട് നമ്മുടെ ഫ്രീക്വൻസി ചേരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ലെവലിലേക്ക് അവരുടെ ഫ്രീക്വൻസി ഉയർത്തിയെടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ താഴാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് ലോകത്തുള്ളത്, ഈ ലവും ഹെയ്റ്റും പോലെ. ഒന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാം അല്ലെങ്കിൽ വെറുക്കാം. അതേപോലെ അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യം മനസ്സിലാവില്ല. അത് അത്രയും ഫ്രീക്വൻസി ഉണ്ട്. നമുക്ക് 30 മുക്കോടി ദൈവങ്ങളില്ലേ, 30 മുക്കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ 30 മുക്കോടി ഫ്രീക്വൻസി ഓഫ് ഒരു ദൈവമാണ്. നമുക്ക് ഏക ദൈവമുള്ളൂ, അത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. സുപ്രീം കോൺഷ്യസ്നസ്, പരബ്രഹ്മം, ഒറ്റ ദൈവമുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാനും ആൾക്കാർക്ക് പറ്റുന്നില്ല. നമ്മൾ ഏകദൈവ വിശ്വാസികൾ തന്നെയാണ്, അതല്ലേ രാജയോഗ പാത്തിൽ ഒരൊറ്റ ദൈവമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീക്വൻസിനോട് ചേരുന്ന എന്തിനോടും പ്രാർത്ഥിക്കാം. അതെന്താ കാരണം വെച്ചാൽ, എനിക്ക് എൻ്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന ഒരു രൂപത്തിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ കണക്ഷൻ വരില്ല, ആ കണക്ഷൻ കിട്ടില്ല. അത് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞില്ലേ, ആരെയൊക്കെ പ്രാർത്ഥിച്ചോളൂ കുഴപ്പമില്ല, അവസാനം എൻ്റെ അടുത്തേക്ക് എത്തുമെന്ന് പറഞ്ഞില്ലേ. ഞാൻ ആരാണ്? സുപ്രീം കോൺഷ്യസ്നെസ് ആണ്, പ്യുവർ ബ്രൈറ്റ്നസ്. അതിന് ഒരൊറ്റ ഭാവമേ ഉള്ളൂ, പ്യുവർ ബ്രൈറ്റ്നസ്. ദിവി സൂര്യ സഹസ്രസ്യ. അതല്ലേ റോബർട്ട് ഓപ്പൺഹൈമർ പറഞ്ഞത്, ആ ഫസ്റ്റ് അറ്റോമിക് ബോംബ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് തോന്നി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ദിവി സൂര്യ സഹസ്രസ്യ ബ്രൈറ്റർ ദാൻ എ മില്യൺ സൺസ്. അതാണ്. അപ്പോൾ അതാണ് സത്യം, അതാണ് ദൈവം, അതാണ് പരമാർത്ഥം. ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. സൂര്യൻ എങ്ങനെയാണോ അതേപോലെയാണ് ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഗോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്നിനോടും പ്രത്യേകിച്ച് എതിർപ്പും ഇല്ല, ആക്സെപ്റ്റൻസും ഇല്ല. എല്ലാത്തിനോടും കാരുണ്യം, ദയ എല്ലാം ആയിട്ട് അങ്ങനെയുള്ളൊരു ഗോഡ്. അതാണ് നമ്മുടെ ആക്ച്വൽ ഗോഡ്. മറ്റതൊക്കെ ലോഡാണ്, ലോർഡ് കൃഷ്ണ, ലോർഡ് ബുദ്ധ, ലോർഡ് ബ്രഹ്മ. മറ്റത് ഗോഡ് ബ്രഹ്മ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഗോഡ് ഈസ് വൺ ആൻഡ് ദർ ആർ 330 മില്യൺ ഡൈമെൻഷൻസ്. അതുണ്ടല്ലോ, നമ്മളില്ലേ ഇത്രയും വെറൈറ്റി. ഇപ്പോൾ എന്താണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്? ബിക്കോസ് യു ആർ ഔട്ട്സൈഡ് ഓഫ് മീ. നമ്മൾ ഒന്നിച്ചാണെങ്കിൽ നമ്മൾ മിണ്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ ഫിലോസഫി മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പിന്നെ നമ്മുടെ ദൈവ സങ്കല്പങ്ങൾക്ക് ഭയങ്കര ഡീപ്പ് പ്രസക്തി ഉണ്ട്. ഒന്ന്, ഈ 30 മുക്കോടി ദൈവങ്ങൾ പറഞ്ഞു. 30 മുക്കോടി ദൈവങ്ങൾ റെപ്രസെൻറ്റേഷൻ, ഒരു ഫ്രീക്വൻസിയുടെ റെപ്രസെൻറ്റേഷനാണ്, ഒരു പർട്ടിക്കുലർ എനർജി ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതിനൊരു രൂപം കൊടുത്തിട്ടുണ്ട്, ഫങ്ഷനാലിറ്റി വെച്ചിട്ട്. ഇപ്പം എൻ്റെ രൂപം എൻ്റെ ഫങ്ഷന് പറ്റിയതാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറ്റിയതാണ് എൻ്റെ രൂപം, എൻ്റെ ഭാവം, എൻ്റെ വസ്ത്രം. അതേപോലെ തന്നെ നമ്മൾ അതിന് പറ്റിയ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് 4 കൈ 8 കൈയൊക്കെ കൊടുക്കുന്നത്, ആ ഫങ്ഷൻ ഉദ്ദേശിച്ചാണ്.
അതിന് നമ്മുടെ നെർവസ് സിസ്റ്റം പോലെ ഒരു എനർജി ഫീൽഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് യന്ത്രങ്ങൾ. നമുക്കൊക്കെ ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസിയുടെ റെപ്രസെൻറ്റേഷൻ വൈബ്രേഷനാണ് അല്ലേ? വൈബ്രേഷനാണ്. വൈബ്രേഷൻ്റെ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് മന്ത്രം. ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷനുമാണ്. ഇത് മുഴുവൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ തന്ത്രവിദ്യയിൽ അല്ലെങ്കിൽ ഇതിലുള്ളത്. ഫോമുണ്ട്, രൂപമുണ്ട്, രൂപത്തിന് പറ്റിയിട്ടുള്ള സർക്യൂട്ട് ഉണ്ട്. അതായത് നമ്മുടെ നാഡീവ്യൂഹം എന്ന് പറയുന്ന പോലെ യന്ത്രം, അതേപോലെ തന്നെ മന്ത്രം. ഇതെല്ലാം ഇത്രയും ഡിഫൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ വ്യക്തി, അത് ചെയ്യുന്ന ആൾക്കാർ അത്രയും ഡെപ്പിൽ പോയിണ്ടാവില്ലേ? അത് ബുദ്ധി വെച്ച് പറ്റുമോ? ബുദ്ധി വെച്ച് പറ്റില്ല. അപ്പം നമുക്ക് ഇത് മനസ്സിലാക്കണം. അതായത് ഈ അക്വയർഡ് നോളജ് ഉണ്ട്, പുറത്തുനിന്ന് കിട്ടുന്ന നോളജ്. ഇന്ന് അതാണ് നമ്മൾ സത്യം എന്ന് വിചാരിക്കുന്ന പല നോളജും. അത് നമ്മുടെ നോളജ് അല്ലത്. അതായത് പുസ്തകത്തുനിന്നോ ഗുരുക്കന്മാരെന്നോ അല്ലെങ്കിൽ ആൾക്കാരെന്നോ സൊസൈറ്റിന്നോ റിലീജിയനെന്നോ പൊളിറ്റിക്സിന്നോ ഒക്കെ കിട്ടുന്ന നോളജ്. ഈ നോളജാണ് ഫസ്റ്റ് ലെവൽ ഓഫ് നോളജ്. അതിൻ്റെ മേലെയാണ് ലോജിക്കൽ നോളജ്. അത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന നോളജാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നോളജാണ്. ഇതിൻ്റെ മേലെയാണ് ഋതംബര ബുദ്ധി, അതായത് കോസ്മിക് അവയർനെസ്. ഈ കോസ്മിക് അവയർനെസ് ലെവലിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഈ 30 കോടി ദൈവങ്ങളും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫ്രീക്വൻസി ഡെഫിനേഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എല്ലാം പറ്റുള്ളൂ. അത് അറിയില്ലെങ്കിൽ വിചാരിക്കുക നമുക്കിതെല്ലാം മിഥ്യയായിട്ട് തോന്നും. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ രൂപങ്ങൾ, ഇതൊക്കെ മണ്ടത്തരമല്ലേ തോന്നും. മണ്ടത്തരമല്ല, അതിന് പ്രസക്തിയുണ്ട്. കാരണം ആ ഫങ്ഷനാലിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ അങ്ങനെയേ പറ്റൂ. അത് വേറൊരു ലെവലിലാക്കിയാൽ പറ്റില്ല. എക്സാമ്പിൾ പറയാം. പാർവതി ദേവി ഗണപതി ഉണ്ടാക്കിയത് എന്തിനാ? ബോഡി ഗാർഡായിട്ടാണ്. കുളിക്കാൻ പോകുമ്പോൾ ആരും കൂടെ വരാണ്ട് നോക്കണം എന്ന് പറയാനാണല്ലോ ഉണ്ടാക്കിയത്. പാർവതി ദേവിയുടെ സൃഷ്ടി കഥയിൽ പറയുന്നതാണ്. അപ്പോൾ ബോഡി ഗാർഡ് ഉണ്ടാക്കി. അപ്പോൾ ശിവൻ തന്നെ വന്നു. ശിവൻ വന്നപ്പോഴും ശിവനെ ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ പാടില്ല എന്ന് പറഞ്ഞു. യുദ്ധം ഉണ്ടായി, തലവെട്ടി. എന്തുകൊണ്ടൊരു ആനയുടെ തല വെച്ചു? ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണമുണ്ട്. കാരണം പാർവതി ഉണ്ടാക്കിയത് ബോഡി ഗാർഡിനെയാണ്. ബോഡി ഗാർഡിന് 2 ലെവലിലുള്ള ഓപ്പറേറ്റിംഗ് ലെവലാണ് ഉണ്ടാവുക. ഒന്ന് അക്വയർഡ് നോളജ്, പുറത്തുനിന്ന് സ്വീകരിക്കുന്ന നോളജ്. രണ്ടാമത് ലോജിക്കലായിട്ട് അവയർനെസ്, അതായത് യുക്തബുദ്ധി, ശ്രുതബുദ്ധി. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് അറിഞ്ഞ് സ്വീകരിക്കുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ബുദ്ധി. യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ബുദ്ധി. ഇതിൻ്റെ മേലെ ഋതംബര ബുദ്ധി, കോസ്മിക് കോൺഷ്യസ്നസ്. കോസ്മിക് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ലാർജർ ബ്രെയിൻ വേണം. ലാർജർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല വലുതാവില്ല, പക്ഷേ ആ അവയർനെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ താഴത്തെ രണ്ടും വിടണം. അതായത് ശ്രുതബുദ്ധിയും യുക്തബുദ്ധിയിലേക്കും ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ട് വരുമ്പോഴേ നമുക്ക്, അതാണ് എല്ലാ സന്യാസിമാരും ഓപ്പറേറ്റ് ചെയ്യുന്നത് കോസ്മിക് കോൺഷ്യസ്നസ് ലെവലല്ലേ. അതല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് വരുന്നത്. അതുകൊണ്ടല്ലേ ഈ 30 കോടി ദൈവങ്ങളൊക്കെ ഡെഫിനേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബുദ്ധി വരണമെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അപ്പോൾ ഒരു ലാർജർ ബ്രെയിൻ എന്നുള്ള ലെവലിലാണ് ആനയുടെ തല വെച്ചത്. അപ്പോൾ പാർവതി ഒരു ബോഡി ഗാർഡിനെ ഉണ്ടാക്കി, ശിവൻ ഒരു ഡയറ്റി ഉണ്ടാക്കി. അതാണ് ശിവൻ്റെ വാല്യൂ അഡീഷൻ അവിടെ. അപ്പോൾ ഈ തലയുടെ റെപ്രസെൻറ്റേഷൻ കോസ്മിക് അവയർനെസ് ഓഫ് കോൺഷ്യസ്നസ്. എന്താണോ സത്യം, എന്താണോ പ്രപഞ്ചം, എന്താണോ ആ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം, അതിനെക്കുറിച്ചുള്ള കോൺസ്റ്റൻ്റ് അവയർനെസ്. അതുകൊണ്ടാണ് ഗണപതിയുടെ ആദ്യം പൂജിക്കുന്നത്. എല്ലാ പൂജകൾക്കും മുമ്പ് ഗണപതിയെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഇതിൽ നിന്ന് വന്നതാണ്. ഏത് കോസ്മിക് അത് ഗണപതിക്ക് അവയർനെസ്സിലായിരിക്കുന്നത്. എല്ലാതിൻ്റെയും ഉറവിടം ഈ സമ്പൂർണ്ണമായ ബ്രൈറ്റ്നെസ്സാണ്. ആ ബ്രൈറ്റ്നെസ് ഒരിക്കലും നശിക്കില്ല. എനർജി ഇപ്പോൾ ഇലക്ട്രിസിറ്റി പോലെ, അത് ലൈറ്റ് ബൾബിൽ കൂടെ പോകുമ്പോൾ ലൈറ്റ് തരുന്നു, അത് ഫാനിൽ കൂടെ പോകുമ്പോൾ കാറ്റ് തരുന്നു, AC കൂടെ പോകുമ്പോൾ കൂൾനെസ്, ഹീറ്റിംഗ് കൂളിംഗ് വരുന്നു. ഇത് പക്ഷേ ഇലക്ട്രിസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ നമുക്ക് മാറ്റം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷണൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെഷീൻ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ആ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഗണപതിയുടെ പ്രസക്തി ഇതാണ്. ഗണപതിയുടെ പ്രസക്തി പറഞ്ഞാൽ പ്ലീസ് റിമെമ്പർ ദാറ്റ് എവറിത്തിങ് ഈസ് ഫ്രം കോൺഷ്യസ്നസ്. ആ റിമൈൻഡർ തുടക്കത്തിൽ വേണം, എന്നിട്ട് വേണം പൂജ ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ആ പൂജയ്ക്ക് ശക്തി വരുള്ളൂ. അല്ലേ? നേരത്തെ പറഞ്ഞു യൂത്താണ് ഫോളോവേഴ്സ് എന്ന്. അതെ. നമ്മുടെ യുവത ഫോക്കസ്ഡ് ആണോ? വെൽ, ഇപ്പം അറിയോ, ഇപ്പം ഈ ഫോക്കസ് ഇപ്പം യുവത്വം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അൺഫോക്കസ്ഡ് ആണ്. കാരണം കൂടുതൽ മെഷീൻ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ഈ മൊബൈൽ ഫോണും ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ഇൻട്രാക്ട് ചെയ്യുന്ന മൊബൈൽ ഫോണായിട്ടാണ് ഇപ്പോൾ. അല്ല, ഈ അവരെല്ലാം ഡൈവേർട്ടഡ് അല്ലേ?
ആണ്, പക്ഷേ പ്രാക്ടിക്കലായി വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെ, പ്രാക്ടിക്കലായിട്ട് ആക്കണം. അതായത് പ്രത്യേകിച്ച് ഇത്തരം ഫിലോസഫിയോട് ദർശനങ്ങളോടൊക്കെ അവർ ഇത്രയും ഗ്രോത്ത് ഇല്ലേ നമുക്കിപ്പോൾ 100% ഗ്രോത്ത് എവറി ഇയർ ഉണ്ട് ലോകത്ത്. ഇത്രയും ഏരിയയിലെ ആക്ടിവിറ്റി നടക്കുന്നില്ലേ. അത് ഞാൻ ഒന്നും അവരോട് ഫോഴ്സ് ചെയ്യാറില്ല. ബട്ട് ഐ ടെൽ ദം ഡോണ്ട് ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് യു. അല്ലോ, എന്നെ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും. പക്ഷേ നിങ്ങളെ നോക്കണം, നിങ്ങളുടെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യണം. അത് പറഞ്ഞിട്ട് അവർ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മേജർ ഇത് നമ്മുടെ ആക്ട് ഫോർ ഹങ്കർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അതിൽ അവർ എല്ലാവരും ഭക്ഷണം കൊടുക്കും, പറ്റുന്ന ഭക്ഷണം. കുറച്ച് ബീയിങ്സ് ഓഫ് വാട്ടർ, മത്സ്യം പോലത്തെ ഇതുണ്ടല്ലോ നേച്ചറിൽ ഭക്ഷണം കൊടുക്കും. സ്കൈ, പക്ഷികൾക്ക്, പിന്നെ മൃഗങ്ങൾക്ക്, അതേപോലെ വൃദ്ധർക്ക്, അസുഖം പെടുന്ന ആൾക്കാർ, പിന്നെ കുട്ടികൾ, നഴ്സിംഗ് മദേഴ്സ്, അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്. ഒരുപാട് രാജ്യത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ആമസോൺ ഫോറസ്റ്റിൽ ചെയ്യേണ്ടത്, കൊളംബിയ ഫോറസ്റ്റിൽ ചെയ്യുന്നുണ്ട്, കൊളംബിയയിൽ, സൗത്ത് അമേരിക്കയിൽ കൊളംബിയയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് അവർക്ക് തന്നെത്താൻ ചെയ്യാൻ തോന്നുന്നല്ലേ. ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആമസോൺ ഫോറസ്റ്റിൽ പോയി ചെയ്യണമെന്ന്. അവർ ഇനിഷ്യേറ്റീവ് ചെയ്യണതാണ്. അപ്പോൾ ആ ഇൻസ്പിറേഷൻ തന്നെത്താൻ വരുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കുന്നുണ്ടല്ലേ. അത് മനസ്സിലാവുമ്പോൾ അറിയാൻ പറ്റും. എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഒരുപാട് ഡിപ്രഷൻ മാറുന്നുണ്ട്. അതോടെ ഞാൻ എൻ്റെ എന്നുള്ള കാര്യങ്ങൾ കുറയുന്നുണ്ട്. ഞാൻ ഈ യൂത്തിനെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം പ്രധാനമായിട്ട് ഇപ്പം കേരളത്തിലെ അവസ്ഥ അറിയാലോ. ലഹരിയുടെ പിടിയിലാണ് നമ്മുടെ സ്കൂളുകൾ എല്ലാം, ഈ മാഫിയയുടെ പിടിയിലാണ്. അപ്പോൾ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനൊരു വീഡിയോ, മറ്റേ നാർക്കോട്ടിക് ഇതിൻ്റെ ഒരു വീഡിയോ അവർ ബാംഗ്ലൂർ ഞാൻ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രസൻ്റ്ലി വർത്തമാനകാലത്ത് ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ്. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങളിൽ നിയമം വഴിയേ മാറ്റാൻ പറ്റുള്ളൂ. അതായത് സ്ട്രിക്റ്റർ ലോസ്, പണിഷ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യത്തെ ചില കാര്യങ്ങൾ അങ്ങനെ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇൻഡിവിജ്വലി നമുക്കറിയാം, പക്ഷേ ഹെൽപ്ലെസ്സാണ് പലപ്പോഴും. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് അത് സൈഡിലൂടെ പറയുമ്പോൾ നമ്മൾ ഒരു ഓട്ടയുള്ള കലത്തിൽ വെള്ളം കോരി ഒഴിക്കുന്ന ഒരു പ്രതീതിയാണ്. ചില കാര്യങ്ങൾ നിയമം വഴി നിർത്തണം. അത് അങ്ങനെ ഒരു സ്ട്രിക്റ്റർ ബാനാണ്. പല രാജ്യത്തുണ്ടല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ അവർ ബിഹെഡ് ചെയ്യും. ഇപ്പം ഈവൻ ബാങ്കോക്കിലൊക്കെ സിനിമയില്ലേ, ബാങ്കോക്കിൽ. അപ്പോൾ അതേപോലത്തെ കുറേ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾക്ക് ചിലത് നിയമം വഴി ചെയ്യണം, ചിലത് അവയർനെസ് വഴി ചെയ്യണം, അതായത് അവബോധം കൊടുക്കണം. ഇതങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളൊരാളോട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് റിമൈൻഡറായിട്ട് വരാം. സ്ട്രിക്റ്റായി കൂട്ടുക, അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നും. നമുക്ക് പ്രൊഹിബിറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായും അതെ. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ സബ്ജക്റ്റാണ്. അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിയമം ടൈറ്റൻ ചെയ്യണം. ഒന്ന്, വാട്ടർ ടൈറ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ അവയർനെസ് കൊടുക്കുക. അങ്ങനെ അവയർനെസ് കൊടുക്കുന്ന സമയത്ത് ഈ സപ്ലൈ ഇല്ലെങ്കിൽ ഡിമാൻഡും കുറയുമല്ലോ. അങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യണം. പിന്നെയുള്ളവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അതായത് അഡിക്റ്റഡ് ആയി പോയവരെ. അപ്പോൾ ഈ 3 ലെവലിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇവിടെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു, പുകവലിക്കുന്നത് മഹാപരാധമാണോ എന്നുള്ളത്, വലിയ തെറ്റാണോ എന്ന്. അത് നമ്മുടെ സാംസ്കാരിക മന്ത്രി. അപ്പോൾ അതും തെറ്റായ മെസ്സേജല്ലേ കൊടുക്കുന്നത്. നോക്കൂ, നമുക്ക് ഇപ്പോൾ ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പോലും പറ്റില്ല. എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് ഞാൻ ആ സബ്ജക്റ്റ് അറിയാത്തതുകൊണ്ട് പറയാണ്. എൻ്റെ കോണ്ടെക്സ്റ്റ് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ സ്മോക്കിംഗ് ഒരു ഫാഡ് അല്ലാണ്ടായിരിക്കണം ലോകത്ത്. പുകവലിക്കുന്നൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുമ്പ് അറിയില്ലേ, ഈ പ്ലെയിനിലൊക്കെ പുകവലിക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലെയിനിൽ പറ്റില്ല, എയർപോർട്ട്സിൽ പറ്റില്ല. അപ്പോൾ ആൾക്കാർക്ക് പൊതുവെ ടെൻഡൻസി എൻ്റെ ഒരു കണക്കൂട്ടിൽ കുറേ കുറഞ്ഞിരിക്കുന്നു. അതേപോലെ ഈ ഡ്രഗ്സിൻ്റെയും ഇതും ഒരു പരിധി വരെ ഇപ്പോൾ അത് ഒരു എസ്കേപ്പിസ്റ്റ് ഇതാണ്. കാരണം പല ആൾക്കാരും ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ വലിയ ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സൊളാസായിട്ട് പലപ്പോഴും ഡ്രഗാണ് വന്നിട്ടുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. അത് ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ജോലി നഷ്ടപ്പെട്ട കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് വല്ലാതെ ഡിപ്രഷനിലായി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ എന്താ പണി? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എനിക്ക് ഐ ടിയുടെ ടെക്നിക്കൽ സൈഡ് അറിയില്ല. അപ്പോൾ അതിൽ ഒരു ഡിവിഷൻ അയാളുടെ ക്വാളിഫൈഡ് ഇൻ സം പാർട്ട് ഓഫ് ഐ ടി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പോലത്തെ വേറെ ആൾക്കാരുണ്ടോ? അപ്പം നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ പല രാജ്യത്തും ഇതേപോലത്തെ ആൾക്കാരുണ്ട്. ദ യുണൈറ്റഡ് ആൻഡ് ദ മെയ്ഡ് $100,000 in 1 month. അവരൊരു ഗ്രൂപ്പായി തുടങ്ങി. എന്നിട്ട് അവരുടെ പിന്നെ സ്കിൽസ് ഓഫർ ചെയ്തു, ആൾക്കാരെ ഹയർ ചെയ്തു. ദേ മെയ്ഡ് മണി.
അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു ഡോറ് ക്ലോസ് ചെയ്തൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ നോക്കുക, നമ്മുടെ ഇടയിൽ, നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതേപോലെ ഇരിക്കുന്ന ആൾക്കാരെ കോൺഗ്ലോമറേറ്റ് ഇത് ചെയ്യാം. അപ്പോൾ കുറേ സെൽഫ് ഹെൽപ്പ് വേണം. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇത് എനിക്കെന്ത് ചെയ്യാമെന്ന് ചിന്തിക്കണം, അല്ലാണ്ട് ഡെസ്പെയർ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മോള് മരിച്ചു പോയി കഴിഞ്ഞിട്ട് സീരീസ് ഓഫ് ട്രാജഡീസ് ഉണ്ടായി. ഐ കൺവേർട്ടഡ് ഓൾ മൈ പെയിൻ ടു പേർപ്പസ്. അല്ലെങ്കിൽ ഇന്ന് മോഹൻജി ഇല്ല. അല്ല, എത്ര പേർക്ക് അങ്ങനെ സാധിക്കും? അത് സാധിക്കണം. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവും, മറ്റുള്ളവരുടെ ബാധ്യതയാവും. ഒരിക്കലും ആരും ബാധ്യതയാവരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30,000 ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് ഇവിടെ. വിസ എക്സ്റ്റെൻഡബിൾ അല്ല. അപ്പോൾ ഉള്ള സമയത്ത് സ്വന്തം കാലിൽ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു സത്യം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇറ്റ്സ് വേസ്റ്റഡ് അല്ലേ? അല്ല, പലപ്പോഴും ഈ പണമുണ്ടാക്കാനല്ലേ നമ്മുടെയൊക്കെ ഓട്ടം അല്ലേ? അത് ട്രെയിനിങ് അങ്ങനെയാണ്. പക്ഷെ അതല്ല സത്യം. പണത്തിൻ്റെ അപ്പുറത്തൊരു സന്തോഷം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടേക്ക് എത്തുന്നില്ല, സന്തോഷത്തിലേക്ക് എത്തുന്നില്ല. പണം ഉണ്ടാക്കുമ്പോഴേക്കും ഒരു കഥയുണ്ടല്ലോ, ഒരു പരുന്തിന് ഒരു ഇറച്ചി കഷ്ണം കിട്ടി. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് കാക്കകളെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ പരുന്തിന് മനസ്സിലാവില്ല എന്തിനാണ് എല്ലാവരും കൂടെ എൻ്റെ പിന്നാലെ കൂടിയെന്ന്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അയക്ക് മനസ്സിലായി അയാളെ കൊക്കിലിരിക്കുന്ന സാധനത്തെ അവർക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് താഴ്ത്തിട്ടപ്പോൾ ഈ കാക്കകളൊക്കെ പോയി. അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വരികയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ കാക്കകൾ ചിലപ്പോൾ വരും, ചുറ്റും കൂടും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിന് നമ്മൾ ഷെയർ ചെയ്യേ പറ്റുള്ളൂ. നമ്മളെന്താണോ കിട്ടിയത് അത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റേതെന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമുക്കായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം ഇട്ടിട്ട് പോവില്ല ഇവിടെ. അപ്പോൾ ഉള്ളത് ഷെയർ ചെയ്യുക. നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും, ഇന്നർ റിച്ച്നെസ്സും കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ ബാലൻസ് വരും, ലോകത്ത് പ്രസക്തി വരും, റെലവൻസ് വരും. അതാണ് നമ്മുടെ നെറ്റ് വർത്ത് ജീവിച്ചിരിക്കുമ്പോൾ. നമ്മുടെ ഗ്രീവൻസസിനൊക്കെയുള്ള ഒരു റെമഡിയാണോ ആത്മീയതയിൽ അഭയം പ്രാപിക്കുന്നത്? ഇസ് ഇറ്റ് എ സൊല്യൂഷൻ? ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ഒരു മാരേജാണ്. ഒന്ന് ഗ്രോസ് ഫിസിക്കൽ ബോഡി, നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന എനർജി. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ജീവിതമുള്ളത്. ആ എനർജി വിട്ടു പോകുമ്പോഴാണ് മരണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പോൾ ഈ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിനും ആ ശരീരം എക്സ്പ്രസ് ചെയ്യുന്ന പേഴ്സണാലിറ്റിക്കും ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല. പക്ഷേ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, നമ്മുടെ ഈ ആത്മാവും ശരീരവും കൂടി ചേരുമ്പോൾ ജീവിതം വരുന്ന പോലെ തന്നെ അത് വിട്ടു പോകുമ്പോൾ മരണവും വരുന്നുണ്ട്. ഇത് രണ്ടും ഇതിൽ പ്രത്യേകിച്ച് ആഹ്ലാദിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. കാരണം അതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ ആ ഉള്ളിലുള്ള ആ എനർജി ഉണ്ടെന്ന് അറിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് വെറുതെ അറിയുക എൻ്റെ ഉള്ളിലൊരു എനർജി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയായി. അതാണ് ആത്മീയത. ആ അറിവ് മാത്രമാണ് ആത്മീയത. പിന്നെ അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും തോറും നമുക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ള എല്ലാ എനർജിയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുഖം കാണില്ല, നമ്മുടെ പോലെ തന്നെ ഒരു വ്യക്തി നടക്കുന്നതായിട്ടേ കാണുള്ളൂ. അതിൽ ജാതി മതം ഒരു കാര്യമില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ലെവലിൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ സ്ഥലത്തുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവില്ല. 100 കൊല്ലം എടുത്ത് നോക്കും ഇനി ഇവിടുന്ന്. ഇന്ന് ജനിച്ച കുട്ടി പോലും ഉണ്ടാവില്ല, പോയിണ്ടാവും. അത് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ട്. നേച്ചറെല്ലാം പഠിച്ചെടുത്ത് കൊണ്ട് കളയും. അത് അവരുടെ ഓർമ്മ പോലും ഉണ്ടാവില്ല. അവസാനം നമ്മുടെ ഓർമ്മ പോലും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ആർക്കും. അപ്പോൾ ഈ പ്രസക്തി എന്നുള്ളത് വളരെയധികം ടെമ്പററിയാണ്. അത് ഈ സമയത്തും സന്ദർഭത്തിലേ ഉള്ളൂ. ആ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ശരിക്കും ആത്മീയമാണ്. അല്ലാണ്ട് പ്രാർത്ഥന, പൂജ അങ്ങനത്തെ കാര്യങ്ങളല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷനും മറ്റുള്ള പലതിനും വേണ്ടിയിട്ടാണ് ചെയ്യണത്. ചിലർ വിചാരിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഞാൻ സ്പിരിച്വൽ. അങ്ങനെയല്ല, അതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലെവലിലുള്ള ഒരു അവബോധമാണ്, അവയർനെസ്സാണ്. ഈ അവയർനെസ്സിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഈ എനർജി ഉണ്ട്, അതുള്ളിടത്തോളം കാലം എനിക്ക് ലൈഫുണ്ട്. ആ ലൈഫ് ഉള്ളിടത്തോളം കാലം ഞാൻ സ്പിരിച്വലുമാണ്. കാരണം ആ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷനാണ് സ്പിരിച്വാലിറ്റി. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മൂവിങ് എനർജി. നമ്മുടെ ഉള്ളിൽ 2 എനർജിയല്ലേ ഉള്ളത്. ഒന്ന് മൂവിങ് എനർജി, അത് പ്രാണാപാന വ്യാന ഉദാന സമാന. ആ പ്രാണ അതിൻ്റെ എനർജി. പിന്നെ ഒന്നുള്ളത് അതിൻ്റെ സോഴ്സ് എനർജി. ഇത് രണ്ടുമാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് വിട്ടു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ സ്പിരിച്വാലിറ്റി എല്ലാവരും സ്പിരിച്വൽ, എൻ്റെ അഭിപ്രായത്തിൽ. ആരും അല്ലാണ്ടില്ല. അറിയില്ല എന്നേ ഉള്ളൂ ചില ആൾക്കാർക്ക്. അത് ആ ലെവലിൽ പലരും വിചാരിക്കുന്നത് സ്പിരിച്വാലിറ്റി റിലീജിയനും ഒന്നാണ്. അങ്ങനെയല്ല. റിലീജിയൻ റോഡ് മാപ്പാണ്. അത് ആരോ സെറ്റ് ചെയ്തതാണ്. പക്ഷേ സനാതനത്തിൻ്റെ അങ്ങനത്തെ റോഡ് മാപ്പ് പോലും ഇല്ല. ഒരു ഓർഡർ ഇല്ലല്ലോ. സനാതന ധർമ്മത്തിന് ആരാ രചിച്ചത്? ആരുമില്ല. പിന്നെ വേദ, ഉപനിഷത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീസിസ് വർക്ക്സാണ്.
അത് വലിയ വലിയ മഹർഷിമാർ ഋതംബര ബുദ്ധി ലെവലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രീക്വൻസിയുടെ ടോണും ടെക്സ്ചറും കാര്യങ്ങളും കണ്ടുപിടിച്ചാണ്. ആ ഫ്രീക്വൻസി മുഴുവൻ ഒരു സോഴ്സ് ഉണ്ട്, അത് ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൈവം എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ മാഷ് പോലെയാണ്, വടിയൊക്കെ പിടിച്ചിട്ട് നീ നല്ലത് ചെയ്തു അപ്പം നിനക്ക് ഞാൻ കുറച്ചധികം തരാം, നീ മോശം ചെയ്തു ഞാൻ അടിക്കും എന്ന് പറയണ അങ്ങനെ ഒരു ദൈവമല്ല. പ്രൊവൈഡിങ് ആണ്, മെയിൻറ്റെയിനിങ് ആണ് എല്ലാം. സൂര്യൻ്റെ പോലെ, സൂര്യൻ്റെ സൂര്യൻ സോഴ്സാണല്ലോ. സൂര്യൻ്റെ ശക്തി കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നു, അത് നിലനിൽക്കുന്നു, അത് ലയിച്ചും പോണു സൂര്യൻ്റെ ശക്തി വെച്ചിട്ട്, അല്ലെങ്കിൽ എനർജി ഊർജ്ജം വെച്ചിട്ട്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഓപ്പറേറ്റിംഗ് ലെവലും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ന്യൂട്രലാണ്. നമ്മുടെ ആത്മാവ് പോലെ. ആത്മാവ് ഒരിക്കലും പറയുന്നില്ലല്ലോ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന്. അതെ അതെ. അപ്പോൾ ആത്മാവിനും ന്യൂട്രലാണ്. ഒരു ഗുരു അങ്ങനെയല്ലേ, നല്ല ഗുരു, സദ്ഗുരു. എങ്ങനെയാ അവരൊരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്, അത് എക്സ്പീരിയൻസ് ചെയ്യണോ, ചെയ്തോളൂ. കാരണം ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പീരിയൻസ്, അനുഭവത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാ അനുഭവങ്ങളും ഉണ്ടാവണം, അനുഭവങ്ങൾ ഉണ്ടാവണം. ആ അനുഭവങ്ങളുടെ സ്റ്റോറേജ് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റോറേജ്. അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്യുക അല്ല, നമ്മളെ എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലോ. ഇപ്പം നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ, മുമ്പേ നമ്മൾ മീറ്റ് ചെയ്തു. ഇനി എത്ര കാലം നമ്മൾ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് കണക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു നമുക്ക് അറിയില്ലല്ലോ. ഇതാണ് സർപ്രൈസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട് അങ്ങനെ. അത് നമ്മളൊരു സമയത്ത് കൊണ്ട് കാണിക്കുന്നു, പരിചയപ്പെടുത്തുന്നു. ചിലപ്പോൾ ഒരു സമയത്ത് ആ പരിചയം എടുത്ത് മാറ്റുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകണം. ഈ ലെവലിലാണ് ജീവിതം മുഴുവൻ പോകുന്നത്. അപ്പോൾ എന്ത് എന്നുള്ളൊരു വൈ എന്നുള്ള ഒരു സംഭവം ഇല്ല. വൈ ഈസ് ഈക്വൽ ടു കർമ്മ, കർമ്മ ഈസ് ഈക്വൽ ടു വൈ, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ ആകെ നമ്മുടെ ഏണിങ് എക്സ്പീരിയൻസ് ആണ്, ആകെയുള്ള സേവിങ് മെമ്മറിയാണ്. പിന്നെ ഇത് ഈ ഒരു ആത്മാവ് വേറെ തലത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നു ഈ മെമ്മറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് സേവിങ്സ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അത് ഈ മെമ്മറി മാത്രമേ ഉള്ളൂ, ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. സേവിങ്സ് അല്ലെങ്കിൽ ഏണിങ്സും എക്സ്പീരിയൻസും ഉള്ളൂ. പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പ്രഷൻസാണ്. നമ്മൾ എന്താണോ അതാണ് നമ്മൾ പുറത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ അറിയാണ്ട് ഞാൻ എന്താണോ അതാണ് പുറത്തെ ലോകം കാണുന്നത്, അതേ കാണിക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ അനിൽജിയായിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം യു ആർ ഓൾറെഡി യു. അപ്പോൾ അതാണ് ഞാൻ ബി യു പറയുന്നത്. നമ്മളായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുക, അതിൽ സ്റ്റെബിലിറ്റി, അതിൽ എല്ലാം ഉണ്ട്. നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും, നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. എല്ലാവർക്കും വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഉണ്ട്. ആരും പെർഫെക്റ്റ് അല്ല ലോകത്ത്. നമുക്ക് പിന്നെ നന്മകളും തിന്മകളും ഇല്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ പുറത്ത് കാണിക്കില്ല എന്നേ ഉള്ളൂ ആൾക്കാർ. 3 ഫേസ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഒന്ന് പുറത്ത് കാണിക്കുന്ന ഫേസ്, ഒന്ന് വീട്ടിൽ കാണിക്കുന്ന ഫേസ്, ഒന്ന് ആരും കാണിക്കാത്തൊരു ഫേസ്. ഈ 3 മുഖമുണ്ട് നമുക്ക്, എല്ലാവർക്കും ഉണ്ടത്. അപ്പോൾ പുറത്ത് കാണുന്നതല്ലേ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ലോകത്ത് അങ്ങേയറ്റം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഉണ്ട്. അതെ. ഒരു ശാശ്വത സമാധാനം, വിശ്വശാന്തി, അതൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ? ഓണസ്റ്റ് ഒപ്പീനിയൻ ഈ ആറ്റിറ്റ്യൂഡിൽ പറ്റില്ല. കാരണം ഈ ഡിവിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പല ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നേച്ചർ കൺസർവേഷൻ. ഇപ്പം നമ്മൾ വേൾഡ് ട്രൈബൽ അലയൻസ് ഫോം ചെയ്തിട്ടുണ്ട് ലണ്ടനിൽ. എല്ലാ ലോകത്തെ ട്രൈബുകളെയും കൂട്ടിച്ചേർക്കുകയാണ്. അതിൻ്റെ ഒരു പ്രൊവക്കേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ നമ്മുടെ ലാൻഡിൻ്റെ ചുറ്റും ഫോറസ്റ്റാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ കൺട്രോൾഡ് ഫോറസ്റ്റ് ഫയർ കൊണ്ടുവരണം, എന്നിട്ട് ആ ഫോറസ്റ്റ് ഫയർ വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന അഗ്നി കണ്ടെയ്ൻ ചെയ്യണം പറഞ്ഞു. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ കൺട്രോൾഡ് ഫോറസ്റ്റ് ഫയർ കൺട്രോളബിൾ അല്ല, ചുരുക്കം പറഞ്ഞു. അത് അവിടെ ഇരിക്കുന്ന പക്ഷിമൃഗാദികളൊക്കെ നശിപ്പിക്കും. അപ്പോൾ അതിനകത്ത് എത്ര ഇപ്പോൾ കോക്കയൊക്കെയുണ്ട്. കോക്ക വളരെ എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്, നമ്മുടെ കാട്ടിനകത്തുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മരിച്ചു, ഇതെല്ലാം മരിച്ചു. ഐ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പോഴേ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഈ ഫോറസ്റ്റ് ഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നു ടു പ്രിസർവ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ആദിവാസികളും ട്രൈബൽ ആൾക്കാർ എങ്ങനെ ചെയ്തിരുന്നു? അവരൊരിക്കലും ചെയ്തിരുന്നില്ലല്ലോ അത്. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ബ്രസീലിയൻ ചില ട്രൈബ്സ് ഉണ്ട്, നമ്മുടെ ഇപ്പോൾ അവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 7 ദിവസമൊക്കെ റോ ചെയ്ത് പോകണം അവർ താമസിക്കുന്ന സ്ഥലത്തെത്താൻ ആമസോണിൻ്റെ അകത്ത്. അവരോട് അപ്പോൾ അവർ പറഞ്ഞു മോഹൻജി യു ലീഡ് ഇറ്റ്, വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ട്രൈബൽ അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വന്നപ്പോൾ മറ്റേ എൻവിറോൺമെൻറ്റ് മിനിസ്റ്ററായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കത് മുമ്പിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സുളു ട്രൈബ് ഉണ്ട്, അവിടുത്തെ ഏറ്റവും വലിയ ട്രൈബ് ആഫ്രിക്കയിലെ, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പ്രിൻസ് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബൽ, പിന്നെ അമോറിജിൻസ്, അപ്പോൾ ഗവൺമെൻറ് ഓഫ് സൗത്ത് ആഫ്രിക്കയുണ്ട്. പിന്നെ കേപ്പ് ടൗൺ ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് പറയുന്നത്. അത് ഈസ്റ്റ് ആഫ്രിക്ക പറഞ്ഞിരുന്നത്, പക്ഷേ ഇവർക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് അവർ, അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഹ്യൂമൻ കൈൻഡ് തുടങ്ങിയെന്നൊക്കെ. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ മിക്കവാറും സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ ഒക്ടോബറിൽ ഈ വേൾഡ് ട്രൈബൽ അലയൻസിൻ്റെ ഫസ്റ്റ് കോൺക്ലേവ് നടത്തും.
അപ്പോൾ എല്ലാ ട്രൈബൽ ഹെഡ്സും കൺട്രീസും അംബാസഡേഴ്സും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 2 കാര്യത്തിന് വേണ്ടിയിട്ട്, ഒന്ന് കൾച്ചർ പ്രിസർവേഷൻ ഓഫ് കൾച്ചർ, ഒന്ന് പ്രിസർവേഷൻ ഓഫ് നേച്ചർ. ഇതിന് രണ്ടിനും പ്രിസർവേഷന് വേണ്ടിയിട്ട് അത് ഞാൻ കുറച്ചധികം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നോർവേയിലും ഇവരൊക്കെ അവിടെയൊക്കെ ഈ ട്രൈബ്സ് ഉണ്ട്, അതെല്ലാം യുണൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പല മിനിസ്ട്രീസായിട്ടും പല ഇതായിട്ടും സംസാരിച്ച് ഇവർ കൂട്ടിച്ചേർത്തിട്ട് ഉദ്ദേശം എന്താ വെച്ചാൽ എല്ലാ ഫോറസ്റ്റും എൻറിച്ച് ചെയ്യുക. അപ്പം മൃഗങ്ങൾ സർവൈവ് ചെയ്യും, ഫോറസ്റ്റ് സർവൈവ് ചെയ്യും, കാടുകൾ അനിവാര്യമാണല്ലോ, അനിവാര്യമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഒരു നേച്ചർ എന്നുള്ളതിന് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് അതൊന്ന്. അതേപോലെ തന്നെ ഞാൻ ചില ഫോറംസിലുണ്ട്. ഇതേപോലെ പ്രോബബ്ലി യു ഹേർഡ് ദി നെയിം ക്രെയ്ഗ് ഫോസ്റ്റർ. അദ്ദേഹം ഓസ്കാർ അവാർഡ് വിന്നറാണ്. ഒക്ടോപസ് ടീച്ചർ എന്നൊരു ഫീച്ചർ ഫിലിം. അദ്ദേഹം ഒരു 1000 കിലോമീറ്ററോളം ഉള്ള ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് വിത്ത് അറ്റൻബറോ അണ്ടർ ദ വാട്ടർ, അറ്റ്ലാന്റിക് ഓഷ്യനിൽ. അപ്പോൾ അതിൽ ഞാൻ അസോസിയേറ്റഡ് ആണ്. അത് നല്ലൊരു ഇത്. അദ്ദേഹം ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, 1 കൊല്ലം ഡൈവ് ചെയ്തിട്ടാണ് ഈ ഒക്ടോബസ് ഫിലിം എടുത്തത്. 1 കൊല്ലം എവറി ഡേ ഈ വാസ് ഡൈവിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും അവിടെ തന്നെ അടുത്താണ്, തൊട്ടടുത്താണ് ഈ മറ്റേ കടൽ തീരത്ത്. അപ്പോൾ അവർ അങ്ങനത്തെ ചില ഗ്രൂപ്പുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വേറൊരു പ്രതിഭാസം നടക്കുന്നത് ഈ റേഡിയേഷനെ കുറിച്ച്. എനിക്ക് ഇവിടെ ആൾക്കാർക്ക് എത്ര അറിയുന്നറിയില്ല. നമ്മുടെ വലിയൊരു കറ്റാസ്ട്രോഫിക് ഇത് വരുന്നത് ഈ സാറ്റലൈറ്റ് റേഡിയേഷനാണ്. പക്ഷേ സാറ്റലൈറ്റ് റേഡിയേഷൻ ഇപ്പോൾ ഒരു അനിവാര്യമായ കാര്യമാണ്. കാരണം 3G 4G 5G ഇതൊക്കെ വരുന്നുണ്ട്. ആ സാറ്റലൈറ്റ് റേഡിയേഷൻ കൊണ്ട് വരുന്നത് ഒന്ന് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ആവുന്നുണ്ട്. നമുക്കിപ്പോൾ ബോഡിക്ക് വൈറ്റമിൻ ഡി പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി മിക്കവാറും ഇല്ലാണ്ടായി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആർക്കും ഉണ്ടായിട്ടില്ല പണ്ട്. ഒരു 10-20 കൊല്ലം മുന്നേ എടുത്ത വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അത് ഡോക്ടേഴ്സിന് കൂടുതൽ പറയാൻ പറ്റും, ഞാൻ ഡോക്ടറല്ല. പിന്നെ ആ ഒരു ഡെഫിഷ്യൻസിയുടെ വൺ ഓഫ് ദ മെയിൻ കോസ് ഈ സാറ്റലൈറ്റ് റേഡിയേഷൻ ആണ്. അപ്പോൾ അതിന് കുറച്ച് സയൻറ്റിസ്റ്റ് ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വേറെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോകത്ത്. അത് ലോകത്തിന് പൊതുവേ ഒരു നന്മ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഈ സാറ്റലൈറ്റ് റേഡിയേഷനുകൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് ബ്ലൂ വെയിലാണ്. കാരണം പ്ലാങ്ക്ടൺ മരിച്ചുകൊണ്ട്. പ്ലാങ്ക്ടൺ വളരെ സട്ടിൽ ഒരു ഓർഗാനിസമാണ് പ്ലാങ്ക്ടൺ കടലിൽ. ഈ റേഡിയേഷൻ വന്ന് പതിക്കുന്ന കടലിൽ ഈ പ്ലാങ്ക്ടൺ സർവൈവ് ചെയ്യില്ല. അത് സർവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലൂ വെയിലിൻ്റെ മെയിൻ ഭക്ഷണം അതാണ്. ബ്ലൂ വെയിൽസ് ഇല്ലെങ്കിൽ ആ ഫുൾ ഇക്കോസിസ്റ്റം നശിച്ചു. ആ ബ്ലൂ വെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറേ ഉണ്ട്. ആ ഇക്കോസിസ്റ്റം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇപ്പോൾ ഡച്ച് സയൻറ്റിസ്റ്റ് ഉണ്ട്, അമേരിക്കൻ, അങ്ങനെ അവർ കുറേ കാര്യം അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസിൽ ഞാൻ ആക്ടിവിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അനിൽജി ചോദിച്ച ക്വസ്റ്റ്യൻ്റെ നമുക്ക് എന്തുകൊണ്ട് ഒരു ശാന്തി ഉണ്ടാവില്ല, അതിനൊരു സിമ്പിൾ ആൻസർ ശാന്തിയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഡു യു ബിലീവ്. നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയാണ് നമുക്ക് പീസ് ഉണ്ടാവാന്ന് വെച്ചാൽ ഇങ്ങനെയല്ല ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മൾ മതം ഇത്ര കൂടുതൽ സംസാരിക്കരുത്. മതം പേഴ്സണലി ഫോളോ ചെയ്തോളൂ. എൻ്റെ മതം നിങ്ങൾക്കും നിങ്ങളുടെ മതം എനിക്കെന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യത്തിൽ ഫോളോ ചെയ്തോളൂ. സ്പിരിച്വാലിറ്റിയെങ്കിൽ സ്പിരിച്വാലിറ്റി. പക്ഷെ ഒരാളെ ഉപദ്രവിക്കരുത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യമുണ്ടല്ലോ, അത് ഞാൻ സപ്പോർട്ട്. എനിക്ക് ബംഗ്ലാദേശിൽ അറിയുന്ന ഒരുപാട് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ബംഗ്ലാദേശിൽ. അവിടെ വലിയ അട്രോസിറ്റിയാണ് നടക്കണേ. ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്യുന്നു, കൊല്ലുന്നു, എത്ര പേര് മരിച്ചു എന്നറിയോ? ഞാൻ അതിൻ്റെ മുകളിലൊരു വീഡിയോ വരച്ചിരുന്നു. ആ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ സംസാരിച്ചു കുറേ പേരോട്. അപ്പോൾ ആരും വോയിസ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നില്ല. ഞാൻ പറയണത് ഈ ഏത് സ്പിരിച്വൽ ലീഡറാണെങ്കിൽ, ഞാൻ അന്ന് ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് പാർലമെൻറ്റ് ഓഫ് ഓൾ റിലീജിയൻസിൽ ഞാനൊരു സ്പീച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഗ്യാരണ്ടി ലോകത്തിൽ എൻ്റെ ആൾക്കാർ ഒരാളെ ഉപദ്രവിക്കില്ല, കൊല്ലില്ല, ഉപദ്രവിക്കുകയില്ല. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. എൻ്റെ ഫോളോവേഴ്സിൻ്റെ വെൽബീയിങ് എൻ്റെ ഗ്യാരണ്ടിയാണ്. അവരുടെ ബിഹേവിയർ പാറ്റേൺ എൻ്റെ ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഒരു എക്സ്ട്രീം നേച്ചറിൽ ആരെങ്കിലും എൻ്റെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇപ്പോൾ എല്ലാ റിലീജിയസ് ഹെഡ്സും അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തീരുമാനം എടുക്കുകയാണ്, എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ ഉപദ്രവിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ വേൾഡ് പീസ് ഉണ്ടാവും. അത് ഉറപ്പാണ്. അത് ചെയ്യുന്നില്ലല്ലോ. ഒരു തെറ്റ് കാണുമ്പോൾ അത് തെറ്റെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ വേറൊരാളെ ബ്ലെയിം ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ഞാൻ എൻ്റെ കാലിൽ രണ്ട് കാലിൽ മന്തുണ്ട്, പക്ഷെ അവിടെയുള്ള കാലിൽ ഒരു കാലിൽ മന്തുണ്ടെന്ന് പറയണ വോട്ടാത്. അപ്പോൾ നമുക്ക് നമ്മുടെ UN ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും യുണൈറ്റഡ് നേഷൻസിൻ്റെയൊക്കെ പല്ല് പോയില്ലേ?
യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഡിക്ലറേഷൻ എടുത്ത് നോക്കോ. ഐ എം ബീങ് വെരി ഫ്രാങ്ക്. അഫ്ഗാനിസ്ഥാനിൽ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അവർ അവിടുന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീഡിയോയിൽ കണ്ടാണ്. അവരെന്താ പറഞ്ഞത്, ഓൾ ദ കൺട്രീസ്, എല്ലാ രാജ്യങ്ങളും റെസ്പോൺസിബിൾ ആകണം, എത്രയും കൂടുതൽ റെഫ്യൂജീസിനെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ എന്താ പറയുക അറിയോ, എല്ലാ രാജ്യങ്ങളും റെസ്പോൺസിബിൾ ആവണം, റെഫ്യൂജീസ് ഉണ്ടാവരുത് ലോകത്തുനിന്ന്, അല്ലേ? എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാനാണ് താല്പര്യം, എനിക്ക് വേറൊരു രാജ്യത്ത് വേറൊരാളുടെ വീട്ടിൽ കിടന്നുറങ്ങാനല്ല താല്പര്യം. അതങ്ങനെയാണ് എല്ലാവരും. ബ്രിക്സ് അവാർഡിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു ഹിപ്പോക്രസി ലെവലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ നമ്മൾ ബോർഡ് റൂമിൽ നിന്ന് സംസാരിച്ച് നേച്ചറിലേക്ക് എത്തുന്നില്ല. ബോർഡ് റൂമിൽ തന്നെ ഇരിക്കുന്നത്, അതായത് ഒരു ക്ലോസ്ഡ് ഡോറിൽ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാണ്. അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. നേച്ചർ തിരിച്ചിങ്ങോട്ട് വരണം. അതായത് പുറത്തുള്ള കാര്യങ്ങൾ ബോർഡ് റൂമിനകത്തും വരണം. എല്ലാവരും കേൾക്കണം, എല്ലാവരും അതിന് പ്രവർത്തിക്കണം. അപ്പം ന്യൂക്ലിയർ ആംസ് റേസ് നടക്കുന്നുണ്ട് ലോകത്ത്. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള എല്ലാ വെപ്പൺസ് വേണ്ട, അത് പീസ്ഫുൾ ഇതിന് വേണമെങ്കിൽ തന്നെ ഒരു റിസർവോയർ പൊട്ടിത്തെറിച്ചാൽ തന്നെ ഒരു ഏരിയ പോവും. അത്രയും നമ്മൾ സിറ്റിംഗ് ഓൺ ഡെത്താണ്, മരണത്തിൻ്റെ മുകളിലായിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പീസ്ഫുൾനെസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡ്രഗ് കമ്പനികൾ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തുന്ന പോലെയും ആൻറ്റി ന്യൂക്ലിയർ ക്യാമ്പയിൻ ന്യൂക്ലിയർ കൺട്രീസ് നടത്തുന്ന പോലെയും എല്ലാം ഹിപ്പോക്രസി ലെവലിലാണ്, ഒരു സൂപ്പർഫിഷ്യൽ ലെവലിലാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്നതാണെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യണം. ശാന്തി സമാധാനം എന്നുള്ളൊരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. അതിന് റിലീജിയസ് ലീഡേഴ്സും സ്പിരിച്വൽ ഹെഡ്സും റെസ്പോൺസിബിൾ ആയിരിക്കണം. റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റൂ. അവർ എൻ്റെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി കൊടുക്കണം ലോകത്ത്. അങ്ങനെ നമ്മൾ എല്ലാ മത നേതാക്കളും ഗ്യാരണ്ടി കൊടുത്ത് ഒരിക്കലും മതത്തിൻ്റെ പേരിൽ ആരും കൊല്ലൂല, ആരും മരിക്കില്ല. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ ചെകുത്താനെന്താ ജോലി, അല്ലേ? ഇപ്പം സെയ്റ്റൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഉപദ്രവിക്കലും നശിപ്പിക്കലുമാണ്. പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്താ പണി? സോ ഹിപ്പോക്രസി പാടില്ല. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിരിക്കണം, അല്ലെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. ആ ഒരു ഓണസ്റ്റി എങ്കിലും നമ്മൾ കാണിക്കണം. ലോകം ഭാരതത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത്, അല്ലേ? ഒരു വിശ്വഗുരു സ്ഥാനത്ത് ഭാരതം എത്തിയിരിക്കുന്നു. ഇപ്പം ഈ പല സംഘർഷങ്ങളിലും മീഡിയേഷൻ വഹിക്കാൻ ഭാരതമാണ് അർഹതപ്പെട്ടത് എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നു. അത് വലിയൊരു നേട്ടം തന്നെയല്ലേ? വലിയ നേട്ടമാണ്. മാത്രമല്ല ആ ഒരു വിശ്വാസം ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും. ആരെയും വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു റേ ഓഫ് ഹോപ്പ് വന്നാൽ നമുക്ക് എങ്ങനെയുണ്ടാവും, അല്ലേ? നമ്മൾ കംപ്ലീറ്റ് 100% ഇരുട്ടിലിരിക്കുകയാണ്, ഒരു വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം മതിയല്ലോ നമുക്ക്. ആ ഹോപ്പ് മതി സർവൈവ് ചെയ്യാൻ. അത് ഹിറ്റ്ലറുടെ കഥയിലില്ലേ, ചില ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട് ഒരു ദിവസം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്ത് കിടക്കുന്ന അവരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും വിശ്വാസമില്ലാത്തവരൊക്കെ മരിച്ചിട്ടുണ്ട്. അതൊരു കേസ് സ്റ്റഡി ഉണ്ടത്. അതായത് ഏറ്റവും ഡാർക്കായിട്ടുള്ള സ്റ്റേറ്റാണ്, കാരണം കൊല്ലും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഹിറ്റ്ലറുടെ. അവിടെയും വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ സർവൈവ് ചെയ്യുന്ന അവരൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉറപ്പ് അത് തന്നെയാണ്. ഞാനും അത് തന്നെയാണ്. ഞാൻ അട്ടർ ഡെസ്പയറിലുള്ള സമയത്താണ് എൻ്റെ പെയിനുകൾ, വേദനകളെ മുഴുവൻ ഞാൻ ഒരു പർപ്പസാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ന് മോഹൻ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്താൽ നടക്കും. കുംഭമേള നടക്കുകയാണ്. അതെ, കുംഭമേളയെ കൂടി പരാമർശിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. ഏറ്റവും പ്രസക്തമായിട്ടൊരു സമയം, ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സംരംഭം, അതിൻ്റെ ആക്ടിവിറ്റി. അത് മാത്രമല്ല, അത് പ്രയാഗ്രാജിൽ നടക്കുന്നതിന് ഒരു ഇതുമുണ്ട്. നമ്മളിപ്പോൾ സൻസദ് ഉണ്ടായി, അത് ഈ കുംഭമേളയുടെ ഇതിലായിരുന്നു. യോഗി ആദിത്യനാഥിൻ്റെ ഗ്രൂപ്പ്, ഞാനതിൽ സംസാരിച്ചു. 23rd ഡൽഹിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സൻസദ്. അത് എല്ലാ മഹാമണ്ഡലേശ്വേഴ്സും ഉണ്ടായിരുന്നു, ശങ്കരാചാര്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശങ്കരാചാര്യർ ഇതിൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദി ശങ്കരാചാര്യർ ഇതിൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നേടിയോ അതിവിടെ കൊടുത്തിട്ട് പോകണം, ആത്മീയത പോലും, ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ തപസ്സിരിക്കുന്ന മഹർഷിമാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെറുതെ ഇരുന്ന് തപസ് ചെയ്താൽ പറ്റില്ല, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് കൊടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. അല്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ ആർക്കുമില്ല, എന്തെങ്കിലും ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്നുമില്ല, വസ്ത്രം പോലും ഇല്ല. അല്ല, അങ്ങനെയല്ല. അപ്പം എന്താ ഞങ്ങൾക്കുള്ള തപശക്തി പകർന്നു കൊടുക്കണം പറഞ്ഞു. അപ്പോൾ തപശക്തി പകർന്നു കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കും? അപ്പോൾ ആദി ശങ്കരാചാര്യർ പറഞ്ഞു,
എലിജിബിൾ അർഹതപ്പെട്ടവർക്ക്. ആരാണ് അർഹതപ്പെട്ടത്? ഉള്ളിലൊന്നുമില്ലാത്തവർ, എം ടി ആയിരിക്കുന്നവർ. അതായത് നമ്മുടെ ഉള്ളിലൊന്നുമില്ല, പൂർണ്ണമായിട്ടുള്ള എം ടി ഗ്ലാസ്സാണ്. അവർ അർഹതപ്പെട്ടവരാണ്, പകർന്നു കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ ചോദിച്ചു എവിടെ വെച്ച് കാണാൻ പറ്റും, എവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും? കുംഭമേളയിൽ വരാൻ പറഞ്ഞു. അപ്പോൾ കുംഭമേളയിൽ നിറഞ്ഞിരിക്കുന്നവരും നിറയാത്തവരും അവിടെ ഉണ്ടാവും. അവരപ്പോൾ എങ്ങനെ കണ്ടുമുട്ടും? അവർ അറിഞ്ഞ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് മോക്ഷം അല്ലെങ്കിൽ നമ്മൾ ആത്മീയത ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണത്. ഇത്തവണ മോഹൻജി ഫൗണ്ടേഷൻ അവിടെ സ്പേസ് ഉണ്ട്. അതെ, നമുക്ക് നമ്മുടെ തന്നെ വില്ലേജ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്, ക്യാമ്പുണ്ട്. ഇത്തവണ ആദ്യമായിട്ടാണ് കുംഭമേളയിൽ. അപ്പോൾ അത് നല്ല പിന്നെ നമ്മുടെ ഗ്രൂപ്പ് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും പ്രൊഫഷണൽ, ഇതിൽ കൂടുതൽ പ്രൊഫഷണൽ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വേസ്റ്റ് റിമൂവൽ തുടങ്ങിയിട്ട് പ്ലാനിങ്, അലൊക്കേഷൻ എല്ലാം ഡിഫൈൻഡ്, വെരി വെൽ സയൻറ്റിഫിക്കലി ഡിഫൈൻഡ്. അപ്പോൾ അവർ വളരെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അത് ഞാൻ മുമ്പ് പ്രയാഗ്രാജിൽ 2019 ഞാൻ അനുഭവിച്ചതാണ്. അവരുടെ വളരെ ഡിസിപ്ലിൻഡാണ്, വേസ്റ്റും ഇല്ലയോ, എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത്. കാരണം 50 കോടി ജനങ്ങളാണ് വരുന്നത്. അത് ഒരു വലിയ ലോകത്ത് ഇങ്ങനത്തെ ഒരു ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കൺട്രിക്ക്. ഇതേപോലത്തെ ഒരു ലോജിസ്റ്റിക്സ് ഇല്ല. 50 കോടി ജനങ്ങൾ വരുന്നു, അവരെല്ലാവരും സ്നാനം നടത്തി തിരിച്ചു പോകണു, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു. ഇതിനുള്ള കംപ്ലീറ്റ് തയ്യാറെടുപ്പുകളും ഭക്ഷണമാണെങ്കിലും വേസ്റ്റ് റിമൂവലാണെങ്കിലും എല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അത് അവർ അത്രയും നീറ്റായി ചെയ്യുന്നുണ്ട്, വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. മാത്രമല്ല അവരുടെ ആ ഒരു അർപ്പണ ബോധം ഉണ്ടല്ലോ, ഒരു നോൺ പ്രോഫിറ്റ് ആറ്റിറ്റ്യൂഡാണ്. അത് ഇതിൽ നിന്ന് കാശുണ്ടാക്കണം എന്നുള്ളതല്ല, എങ്ങനെ സെർവ് ചെയ്യാം എന്നുള്ളതാണ്. അത് ക്ലിയറാണത്. അതിൽ നിന്ന് പൈസ വരുന്നുണ്ടാവും, ഇഷ്ടമാതിരി പൈസ വരുന്നുണ്ടാവും. ഇത്രയും വലിയ ഒരു ലോജിസ്റ്റിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷേ അവരുടെ ആ ഒരു ഔട്ട്ലുക്കും ആ ആറ്റിറ്റ്യൂഡും വളരെ കമൻറ്റബിളാണ്. ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള സഞ്ചാരം, താങ്കളുടെ പ്രവർത്തന പന്താവിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തുക എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാനിവിടെ ഉണ്ട്, എപ്പോഴും മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുമുണ്ട്. വലിയ സന്തോഷം. ഈ പ്രോഗ്രാമിനും താങ്കൾക്കും എല്ലാ ആശംസകളും. ഇനിയും ഐശ്വര്യങ്ങളുണ്ടാവട്ടെ. വളരെ സന്തോഷം.